ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് സിറ്റി വരെ പോയിട്ട് വരാം. പണ്ട് ഞങ്ങൾ സിറ്റിയുടെ അടുത്തായിരുന്നു കേട്ടോ താമസിച്ചത്. അപ്പോൾ എപ്പോഴും സിറ്റിയിൽ പോകുമായിരുന്നു, എസ്പെഷ്യലി ഫ്രൈഡേ നൈറ്റ്സും സാറ്റർഡേ സൺഡേ ഒക്കെ. ഇപ്പോൾ കുറേ ദൂരെ ആയതുകൊണ്ട് പണ്ടത്തെ പോലെ പോകാൻ സമയം കിട്ടാറില്ല. അങ്ങനെ ഒരു ഫ്രൈഡേ നൈറ്റ് ആയിരുന്നു അന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ശരി, ഇന്ന് നമുക്കൊന്ന് വെറുതെ പോയി കറങ്ങിയിട്ട് വരാമെന്ന്. സാറ്റർഡേ സൺഡേയും ഫ്രൈഡേ നൈറ്റ്സൊക്കെ സിറ്റിയിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഇങ്ങനെ സിഗ്നൽസ് ഉണ്ടാവും. അപ്പോൾ അവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ സേഫുമാണ്. നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നാട്ടിലത്തെ പോലെ അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ സിറ്റിയിൽ കുറേ കാര്യങ്ങൾ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കുറേ റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ മ്യൂസിക് ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നൊരു ഏരിയ. അപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ബ്രെഡ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ല, ഒരു ചെറിയൊരു ബേക്കറി പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ബൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു പോക്ക് ഫ്ലോസ് വാങ്ങിച്ചു. ഒരു പോക്കിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ കൈൻഡ് ഓഫ് ബണ്ണ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ മാർവൽ സ്റ്റേഡിയം. ഇവിടുത്തെ ഒരു ഫേമസ് സ്റ്റേഡിയമാണ്. ഇവിടെ വെച്ചിട്ടാണ് കോൾപ്ലേയുടെ കോൺസേർട്ടൊക്കെ നടക്കാൻ പോകുന്നത്. ഈ മന്ത് 30th കോൾപ്ലേ കോൺസേർട്ട് നടക്കുന്നത്. അപ്പം ഞങ്ങൾ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. ഇവിടെ ഫ്രീ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, എസ്പെഷ്യലി വീക്കെൻഡ്സൊക്കെ. എല്ലാവരും പാർക്ക് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. പിന്നെ പാർക്കിംഗ് ചാർജൊക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അന്ന് പാർക്കിംഗ് കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിറ്റിയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു കട ശ്രദ്ധിച്ചത്. ഇതൊരു ഇറ്റാലിയൻ ഫുഡ് ഫെസ്റ്റ് മാർക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ്സ്, പിന്നെ ഐസ്ക്രീംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കടയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുറേ ഇങ്ങനെ മീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്ത് അവർ കുക്ക് ചെയ്ത് തരുന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴം നിങ്ങൾ കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏത്തയ്ക്ക പോലെ തോന്നുമെങ്കിലും ഇത് ഒരു റോബസ്റ്റിൻ്റെ ഒരു യെല്ലോ കളർ പഴമാണ്. ഇത് തന്നെ എനിക്ക് തോന്നുന്നു UK-ലും US-ലൊക്കെ അവൈലബിൾ ആണെന്ന്. പിന്നെ ഈ ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു ബ്ലഡ് ഓറഞ്ചാണ്. നാട്ടിൽ കിട്ടുമായിരിക്കും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അവിടെ ഒത്തിരി ഫുഡ് റെസ്റ്റോറൻറ്റ്സ് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ഏതാണോ കഴിക്കാൻ തോന്നുന്നത് അത് വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അതേപോലെ ഇവിടെ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അവർ വാങ്ങാൻ വരുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മെൽബണിൽ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ജോലിക്കായിട്ടും അല്ലാതെ ഇവിടെ വന്ന് സെറ്റിലായവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാരുടെയും വെറൈറ്റി ഫുഡ് സ്റ്റോൾസും മാർക്കറ്റ്സുകളും ഇങ്ങനത്തെ ഇവൻറ്റ്സൊക്കെ ഇവിടെ ഓരോ മാസവും നടക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയ ലോബ്സ്റ്ററും കൊഞ്ചും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിത് ഫുൾ കുക്ക് ചെയ്യാണ്ടൊക്കെ കഴിക്കും. ഞാൻ ഇവിടെ വന്നിട്ടാണ് അങ്ങനെ കഴിച്ച് നോക്കിയത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന അത്ര ബോറല്ല. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഏഷ്യൻസിൻ്റെ ഒരു മെയിൻ ഫുഡാണ്. ഇവർ ഇതിൽ കുറേ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കും. ഇത് കഴിച്ചിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഡെസേർട്ട്സും ഐസ്ക്രീംസും ഒക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എനിക്കൊരിക്കലും നോ പറയാൻ പറ്റാറില്ല. പക്ഷെ ഞാനിപ്പം നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം പ്രായമൊക്കെ ആയി വരികയല്ലേ, ഡയബറ്റീസ് ഒന്നും വരണ്ട വിചാരിച്ചിട്ട്. ഈ കടയിൽ കുറേ വെറൈറ്റീസ് ഓഫ് ചീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് സാമ്പിൾസൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ ഫുഡ് അവിടെ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല. അങ്ങനെ അവിടെയുള്ള കടകൾ മൊത്തം
മൊത്തം നടന്ന് കറങ്ങി ഞങ്ങൾ തിരിച്ച് ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടോ. അവിടുന്ന് ഞങ്ങൾ 2 സ്ലൈസ് പിസ്സ വാങ്ങിച്ചു. കൊള്ളായിരുന്നു, നല്ലൊരു ഇറ്റാലിയൻ പിസ്സ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിസ്സ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. വേറെ എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നി. ഇവിടെ ശരവണ ഭവനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മസാല ദോശയും ഫിൽറ്റർ കോഫിയൊക്കെ അവിടെ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് അന്ന് വെജിറ്റേറിയൻ കഴിക്കാൻ ഒട്ടും മൂഡുണ്ടായിരുന്നില്ല. ഈ ഒരു സൈക്കിൾ കണ്ടോ നിങ്ങൾ, ഇതൊരു ഇലക്ട്രിക്കൽ സൈക്കിളാണ്. സിറ്റിയിൽ പലയിടത്തും ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ പൈസ കൊടുത്ത് അതിൽ തന്നെ ടാപ്പ് ചെയ്ത് ഇതെടുത്തുകൊണ്ട് പോയിട്ട് എവിടെയാണോ പോകേണ്ടത് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടാൽ മതി, ഒരു ഊബർ പോലെ. അപ്പം ഞങ്ങൾ ഈ ഡെല്ലി റോക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇതിവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് വരുമ്പം അവർക്കൊക്കെ അഫോർഡബിളി കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കോംബോ ഡീൽസും താലി മീൽസൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു $15 നമുക്ക് 2 കറി, അൺലിമിറ്റഡ് ചപ്പാത്തി, ഒരു ഡിസേർട്ട്, അല്ലെങ്കിൽ 3 കറി, അൺലിമിറ്റഡ് ചപ്പാത്തി അങ്ങനെ കഴിക്കാം. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കിരൺ ഇവിടെ വലിയ ഇഷ്ടമല്ല, പക്ഷെ അന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ആ ഇഷ്ടം അങ്ങോട്ട് പോയി. എനിക്കത് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല. എല്ലാ കറികൾക്കും ഒരേ ബേസ് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഒന്നിൽ ഒരു പനീർ, ഒന്നിൽ ചിക്കൻ അങ്ങനെ ഇട്ടതുപോലെ തോന്നി. എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.